നമസ്കാരം. നാളെ ജൂലൈ 5 ശനിയാഴ്ചയാണ്. നാളത്തെ ദിവസം ഞാൻ ഈ പരാമർശിക്കാൻ പോകുന്നതായ രാശിക്കാർക്ക് കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമാകുന്ന ഒരു ദിവസമാണ്. പല കാര്യങ്ങളിലും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായി ചില കാര്യങ്ങൾ അനുകൂലമാവുകയും എന്നാൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ നഷ്ടങ്ങൾ, തിരിച്ചടികൾ കാരണമാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും നാളെ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശി കർക്കിടകം. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, പൂയം, ആയില്യം എന്നീ നാളുകാർ. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനക്ഷതം സംഭവിക്കാനുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ മൂലമോ അല്ലാതെയോ സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു ദിവസം തന്നെയാകുന്നു. മനപ്രയാസങ്ങളുണ്ട് എങ്കിലും അതെല്ലാം തരണം ചെയ്ത് പല കാര്യങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. കൂടാതെ ഇന്നേ ദിവസം വാഗ്വാദങ്ങളിൽ ഏർപ്പെടുക, തർക്കം തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ സഹോദര സ്ഥാനീയരുമായി കലഹത്തിനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇന്നേ ദിവസം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. മുൻകൂട്ടി കണ്ട് ഈ കാര്യങ്ങൾ ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങുക. ആഗ്രഹങ്ങൾ പലതും നടക്കുവാനുള്ള സാധ്യതകൾ ഇന്നേ ദിവസം കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. നിദ്രാസുഖം ലഭിക്കാവുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന്. ഉദ്യോഗതലത്തിൽ ശോഭിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. പലവിധ എതിർപ്പുകളും ജീവിതത്തിൽ നേരിടുന്നവരാണ് നിങ്ങൾ എങ്കിലും അതിനെയെല്ലാം അതിജീവിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ ഇന്നേ ദിവസം മാറാവുന്നതുമാണ്. കൂടിക്കാഴ്ചകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയം കാണാവുന്ന ഒരു ദിവസം കൂടിയായി മാറാവുന്നതുമാണ്. വേണ്ടപ്പെട്ടവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം. ജീവിതം കൂടുതൽ സുഖകരമായി തീരാവുന്ന ഒരു ദിവസം തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ കൈകളിലേക്ക് വന്നു ചേരുക, സമ്മാനം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അഭിമാനകരമായ പല പ്രവൃത്തികളും ഇന്നേ ദിവസം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാകുന്നു. കാര്യവിജയങ്ങൾ പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി മാറാം. പല കാര്യങ്ങളിലും അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഇന്നേ ദിവസം ഇഷ്ടഭക്ഷണ സമൃദ്ധി, നന്മ അഥവാ സത്യസന്ധത പല കാര്യങ്ങളിലും പുലർത്തുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ധനത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. കലാ സാഹിത്യ രംഗത്തുള്ളവർക്കും പുതിയ അവസരങ്ങൾ തേടിയെത്താവുന്നതായ ദിവസം തന്നെയാകുന്നു. ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾ ശനീശ്വരനെ ഭജിക്കുന്നത് കൂടുതൽ ഉത്തമമാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ്. അതിനാൽ തീർച്ചയായും ഇന്നേ ദിവസം ഈ ഒരു കാര്യം പ്രത്യേകിച്ചും നിങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നത് കൂടുതൽ ഉത്തമമായി തീരും. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ബന്ധു സമാഗമത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്. യാത്ര വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കാം. ആരോഗ്യപരമായ കാര്യങ്ങൾ അല്പമൊന്ന് അനുകൂലമായി തീരാം. കൂടാതെ ഇന്നേ ദിവസം ഭക്ഷണ ലഭ്യത തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ദാമ്പത്യ സുഖം വന്നു ചേരാവുന്ന ഒരു സമയമാണ്. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ഉല്ലാസയാത്രകൾ, അത്തരം ചില യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. കാര്യവിജയം, സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരാം. ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്താം. ധനയോഗം നിങ്ങൾക്ക് വന്നു ചേരാവുന്ന സമയമാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഒരു കാര്യത്തിനും ഇന്നേ ദിവസം മടി വിചാരിക്കുവാൻ പാടുള്ളതല്ല. ശരിയായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. ശത്രുജയം സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ
പ്രതിരോധിച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. സന്താന സുഖം അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം, ആരോഗ്യപരമായി ശുഭകരമായ ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. സുഹൃത്ത് സമാഗമത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല ആഗ്രഹങ്ങളും നടക്കുന്നതിനുള്ള വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നതിലൂടെ ആഗ്രഹങ്ങൾ നടക്കുന്നതായ സാഹചര്യമോ വന്നു ചേരാം. ദാമ്പത്യ സൗഖ്യം വന്നു ചേരാം. സ്ത്രീകൾ മൂലം ആ കുടുംബത്തിന് അനുകൂലമായ ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്ന സാഹചര്യവുമുണ്ട്. നീതി പുലർത്തുവാൻ സാധിക്കുന്നതാണ്. അത് പ്രവർത്തനങ്ങളിൽ പ്രകടമാകുന്നതുമാണ്. വിദ്യാവിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാകുന്നു. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. പ്രത്യേകിച്ചും ഇന്നേ ദിവസം നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. കൂടാതെ ഇന്നേ ദിവസം ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുകയും ഇഷ്ടദേവതയെ ഭജിക്കുന്നതും കൂടുതൽ ഉത്തമം തന്നെയാകുന്നു. അടുത്തുള്ള ദേവീക്ഷേത്രത്തിലെ കുങ്കുമമണിഞ്ഞ് ഇന്നേ ദിവസം പുറത്തേക്ക് പോകുന്നതും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കും. അനാവശ്യമായ തർക്കങ്ങൾക്കോ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുക തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ ദിവസം കൂടിയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം മുൻകോപം വർദ്ധിക്കുകയോ പെട്ടെന്ന് ദേഷ്യം വരുന്ന സാഹചര്യമോ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. വൃശ്ചികം രാശിക്കാർക്ക് ഇന്നേ ദിവസം ഇഷ്ടഭക്ഷണ സമൃദ്ധി തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. സൽക്കാരയോഗം കാണുന്ന ഒരു ദിവസം കൂടിയാകുന്നു. വേണ്ടപ്പെട്ടവരുമായി സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ പങ്കിടുവാൻ സാധിക്കും. ഇഷ്ടഭക്ഷണം ആസ്വദിക്കുവാനുള്ള ഇടവരുന്ന ദിവസം കൂടിയാകുന്നു. ഭാഗ്യം പല കാര്യങ്ങളിലും അനുകൂലമായി തീരുന്ന സമയമാണ്. അത് പല കാര്യങ്ങളിലും നിങ്ങൾ ചെയ്യുന്നതായ പല പ്രവൃത്തികളിലും പ്രതിഫലിക്കുന്നതായ ഒരു ദിവസം തന്നെയായി മാറും. സർക്കാരുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും അനുകൂലമായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അതായത് ചില അനുമതികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇന്നേ ദിവസം പ്രത്യേകിച്ചും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമായ ചില സൂചനകൾ ലഭിച്ചു എന്ന് വരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ സഹപ്രവർത്തകരോ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ ചില സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ദിവസമാണ്. ഇന്നേ ദിവസം പല കാര്യങ്ങളിലും ക്ഷമയില്ലാത്തതായ അവസ്ഥ വന്നു ചേരാം. അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാവുന്നതുമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യമാകുന്നു. കൂടാതെ ഇന്നേ ദിവസം മുൻകോപം വന്നു ചേരുക, അനാവശ്യമായ വാഗ്വാദങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം. യാത്രകൾ ഇന്നേ ദിവസം വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നതായ തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞ് കിട്ടുന്നതായ ദിവസമാണ്. കാര്യവിജയങ്ങൾ വന്നു ചേരാം. അംഗീകാരങ്ങൾ, മനോഹരമായ വസ്തുക്കൾ വാങ്ങുക, സമ്മാനമായി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. വിവിധ മേഖലകളിൽ നിന്നും ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. ധനയോഗം വന്ന് ചേരാവുന്ന ഒരു ദിവസമാണ്. കൂടാതെ കാര്യവിജയങ്ങൾ, ഒന്നിൽ കൂടുതൽ കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കർമ്മ പദ്ധതികൾ അഭിമാനകരമായി തന്നെ പൂർത്തീകരിക്കുക, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. സ്വസ്ഥതക്കുറവ് ചില കാര്യങ്ങളിൽ പ്രകടമാകാവുന്നതുമാണ്. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മനപ്രയാസങ്ങൾ വന്നു ചേരാം. ചിലപ്പോൾ വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളും വന്നു ചേരാം. അത് നിങ്ങൾക്ക് ചില നിരാശകൾ, വിഷമങ്ങൾക്ക് കാരണമായി തീരും. എന്നിരുന്നാലും പൂർണ്ണമായി തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലമാണ്. ശനീശ്വര ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം, അതായത് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഇന്നേ ദിവസം ശനീശ്വരനെ ഭജിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമായി തീരും. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നാളുകാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
ഇന്നേ ദിവസം സാമ്പത്തികപരമായ കാര്യങ്ങൾ, ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതായ ഒരു ദിവസം തന്നെയാണ്. അപവാദങ്ങൾ കേൾക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചതിക്കപ്പെടുക, വഞ്ചിക്കപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായ ദിവസമാണ്. ദൂരയാത്രകൾ നടത്തേണ്ടതായി വരിക, അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ചില എതിർപ്പുകൾ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ, സഹപ്രവർത്തകർ ചില എതിർപ്പുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് ചേരാവുന്നതായ സാഹചര്യമുണ്ട്. കൂടാതെ പല കാര്യങ്ങൾക്കായി ഇന്ന് പണം ചെലവഴിക്കേണ്ടതായി വരാം. വേണ്ടപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതകൾ തള്ളിക്കളയുവാൻ സാധിക്കുന്നതല്ല. കൂടാതെ ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവരെ പിരിഞ്ഞിരിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം. സാമ്പത്തിക ഞെരുക്കമുണ്ടാകും എങ്കിലും ചില സഹായങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ചില കാര്യങ്ങളിലൂടെ ധനലാഭത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. എന്നാൽ അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. അംഗീകാരങ്ങൾ, യാത്രാ വിജയങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നു ചേരാം. എന്നാൽ അത് നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ആത്മനിയന്ത്രണം പാലിച്ച് തന്നെ മുന്നോട്ട് പോവുക. അത് പലവിധ ആപത്തുകളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടും. എല്ലാ രംഗത്തും അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളിലൂടെയും പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. പ്രശസ്തി, സർവകാര്യ വിജയങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. കുടുംബ സൗഖ്യം വന്നു ചേരാം. യാത്രാ ഗുണം വന്നു ചേരുന്ന സമയമാണ്. കുടുംബ സൗഖ്യം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാകുന്നു. മംഗളകരമായ കർമ്മങ്ങൾക്ക് സാക്ഷിയാകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദ്യാപരമായ മുന്നേറ്റം നടത്തുവാൻ സാധിക്കും. ശ്രദ്ധയോടെ തന്നെ പ്രവർത്തിക്കേണ്ട ഒരു ദിവസമാണ്. അശ്രദ്ധ പല വിധത്തിലും നിങ്ങൾക്ക് തിരിച്ചടികൾ സമ്മാനിച്ചു എന്ന് വരാം. വ്യവസായ രംഗത്ത് ലാഭം വന്നു ചേരാം. ഉല്ലാസയാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം ദാമ്പത്യ കലഹങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സഹോദര സ്ഥാനീയരിൽ നിന്നും ചില സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഗൃഹത്തിൽ ബന്ധു സമാഗമം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. കൂടാതെ ഇന്നേ ദിവസം ചില കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരാം. കൂടാതെ ക്ഷേത്ര ദർശനം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു ദിവസം കൂടിയാകുന്നു. സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാണ്. പല കാര്യങ്ങളിലും ശോഭിക്കുവാൻ സാധിക്കും. സന്തുഷ്ട ജീവിതം നയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കുടുംബാംഗങ്ങളോട് നീതി പുലർത്തുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. എന്നാൽ പണം കൈകാര്യം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായ ദിവസം കൂടിയാകുന്നു. യാത്രകൾ, ദീർഘമായ യാത്രകൾ പോലും വേണ്ടി വരുന്നതായ ഒരു ദിവസമായി മാറാം. ഇന്നേ ദിവസം ശനീശ്വരനെ ഭജിക്കുന്നതും അടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമായി തീരും. ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് ഇന്നേ ദിവസം കാര്യങ്ങൾ അല്പം അനുകൂലം തന്നെയാകുന്നു.